സർവീസിന്റെ ചെറിയ പ്രശ്നം നല്ലപോലെ ഉണ്ട്. നമ്മൾ വണ്ടി കൊണ്ടുവച്ചാൽ കുറച്ച് ഡേ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിട്ടുന്നത്. ഇപ്പോൾ ലോൺ എന്തായാലും നമ്മൾ അടിക്കുന്നുണ്ട്. അതിപ്പോൾ ഓരോ മാസവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയി അടിക്കുന്നുണ്ട്. വണ്ടി എടുക്കുന്നത് നമ്മൾ കാര്യമില്ലല്ലോ. വേറൊരു വണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഈ ഒരു വണ്ടി മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് കുറേ വർക്കും കാര്യങ്ങളും ഉള്ളതല്ലേ? നമുക്ക് ഓഫീസിൽ ഓരോ സ്ഥലത്ത് പോകേണ്ടതാണ്. അതെ അതെ. ആ ഒരു ദിവസം മുടങ്ങല്ലേ ചെയ്യുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ? ബസ്സിൽ ഓരോ പരിപാടിയിൽ അങ്ങനെ. എന്താ നിങ്ങൾക്ക് ആ വണ്ടി എടുത്തേണ്ടുള്ള നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? പൈസ എങ്ങനെ അടിച്ചോണ്ടിരിക്കുക. ഈ വണ്ടി ഇനി വേറെ ഒരാൾ എടുക്കണമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ആരെങ്കിലും? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ലല്ലോ. വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി സെക്കൻഡ് ഒരു ബൈക്ക് ഞാൻ വാങ്ങിയതാണ്. 1.5 മാസം അവിടെ ടൈം അറിയാം. ആ 1.5 മാസം വാങ്ങി വെക്കാൻ പോലും സർവീസ് സെൻ്റർ ഓപ്പൺ അല്ല. സെക്കൻഡ് ബൈക്ക് വാങ്ങിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൈസയും കൂടി പുറത്തുനിന്ന് എടുത്തിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നടക്കൂല. ഒന്നെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് സർവീസ് ചെയ്ത് തരിക, അതല്ലെങ്കിൽ വണ്ടി വാങ്ങിയതിൻ്റെ പേയ്മെൻറ്റോ കാര്യങ്ങളോ വല്ല റിട്ടേൺ എടുത്തിട്ട് തിരിച്ചു തരിക. ഓല എടുക്കുന്നവർക്ക് ഒരു ഉപദേശം തരാം. നിങ്ങളെ കയ്യിലുള്ള പെട്രോൾ വണ്ടി ഉണ്ടെങ്കിൽ അത് കൊടുക്കരുത്, അത് സെയിലാക്കരുത്, അത് കയ്യിൽ വെക്കണം. അതേ ഉപകാരപ്പെടുള്ളൂ. കാരണം ഓല നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല, നിങ്ങൾ പെട്രോൾ വണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ സമയം 12:13 ഷട്ടർ താത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയതാണെന്നാ പറയാ. ഫുൾ ടൈം